എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 87-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 87. ഹിമാനി ഹന്തവ്യം ഹിമഗിരിനിവാസൈക ചതുരൗ നിശായാം നിദ്രാണാം നിശി ചരമഭാഗേ ച വിശദൗ വരം ലക്ഷ്മീപാത്രം ശ്രിയമതിസൃജന്തൗ സമയീനാം സരോജം ത്വത്പാദൗ ജനനി ജേതശ്ചിത്രമിഹ കിം. ഹിമാനി ഹന്തവ്യം ഹിമഗിരിനിവാസൈക ചതുരൗ നിശായാം നിദ്രാണാം നിശി ചരമഭാഗേ ച വിശദൗ വരം ലക്ഷ്മീപാത്രം ശ്രിയമതിസൃജന്തൗ സമയീനാം സരോജം ത്വത്പാദൗ ജനനി ജയത ചിത്രമിഹ കിം. ഇവിടെ ദേവിയുടെ പാദങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അല്ലയോ ജഗന്മാതാവേ, നിന്തിരുവടിയുടെ പാദങ്ങൾ ചെന്താമരപ്പൂവിനെ ജയിക്കുന്നു എന്നുള്ളതിന് യാതൊരു ആശ്ചര്യവുമില്ല. ഇപ്പം ദേവിയുടെ പാദമെന്ന് പറഞ്ഞാൽ താമരപ്പൂ പോലെ ഭംഗിയുള്ളതും മൃദുലവും കോമളവും ഒക്കെയാണ്. ആ മൃദുലമായ പാദങ്ങളാണ് ആചാര്യൻ പറയുന്നത്. അല്ലയോ ദേവിയുടെ പാദങ്ങൾ എന്ന് പറഞ്ഞാൽ ചെന്താമരപ്പൂവിനെ ജയിക്കുന്നു എന്നുള്ളതിൽ യാതൊരു ആശ്ചര്യവുമില്ല. എന്ന് പറഞ്ഞാൽ ചെന്താമരപ്പൂവിനെക്കാട്ടിൽ മഹത്വമുള്ളതാണ് ദേവിയുടെ പാദങ്ങൾ. എന്തുകൊണ്ടെന്നാൽ ചെന്താമരപ്പൂവ് ഹിമസമൂഹത്താൽ നാശത്തെ പ്രാപിക്കുന്നു. അപ്പോൾ എന്താണ്, ഒരു തുള്ളി മഞ്ഞ് വീണാൽ ഈ ചെന്താമരപ്പൂവ് നശിക്കും. അതുപോലെ രാത്രിയിൽ കൂമ്പിപ്പോകുന്നതും, താമരപ്പൂ രാത്രിയിൽ കൂമ്പും, അത് വാടിപ്പോവും. ലക്ഷ്മിയുടെ ഇഷ്ടമായ ഇരിപ്പിടവുമാകുന്നു. ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമാണ് താമരപ്പൂ. അപ്പോൾ താമരപ്പൂ ലക്ഷ്മി ദേവിയെ എങ്ങോട്ടും വിടാതെ അവിടെ തന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ലക്ഷ്മി ദേവി അവിടുന്ന് താമരപ്പൂവാണല്ലോ, ആ താമരപ്പൂവിനകത്താണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിയുടെ ഇഷ്ടമായ ഇരിപ്പിടവുമാകുന്നു നിന്തിരുവടി. അപ്പോൾ ആചാര്യൻ ചോദിക്കുകയാണ്, അപ്പോൾ നിന്തിരുവടിയുടെ പാദങ്ങളോ? സർവദാ ഹിമഗിരിയിൽ തന്നെ വസിക്കുന്നവയും രാത്രിയിലും പകലും പ്രസന്നങ്ങളും സ്വഭക്തന്മാർക്ക് ലക്ഷ്മിയെ ഇഷ്ടം പോലെ പ്രദാനം ചെയ്യുന്നവയുമാകുന്നു. ഇപ്പം ഇവിടെ താമരപ്പൂവിന് എന്താ പറഞ്ഞ ലിമിറ്റേഷൻസ് ഉണ്ട്. താമരപ്പൂ പകൽ മാത്രമേ വിടരുകയുള്ളൂ. അത് രാത്രിയാകുമ്പം എന്ത് പോകുന്നു, കൂമ്പിപ്പോകുന്നു. പിന്നെ ലക്ഷ്മി ദേവിയുടെ ഇഷ്ടമായ ഇരിപ്പിടമാകുന്നു. അപ്പോൾ താമരപ്പൂ എന്താണ്, താമരപ്പൂവിനകത്തിരിക്കുന്നത് കൊണ്ട് ലക്ഷ്മി അവിടെ തന്നെ ഇരിക്കും, അല്ലേ? ലക്ഷ്മിയെ എങ്ങോട്ടും വിടാതെ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പം അതേസമയം ദേവിയുടെ പാദങ്ങളാണെങ്കിൽ ഇവിടെ ഹിമസമൂഹത്താൽ നശിക്കുന്നില്ല. കാരണം ദേവി ദേവി വസിക്കുന്നത് തന്നെ ഹിമാലയത്തിലാണ്, ഹിമവാന്റെ പുത്രിയാണ്. അപ്പോൾ ഈ സർവദാ ഹിമഗിരിയിൽ തന്നെ വസിക്കുന്നവയും രാത്രിയിലും പകലും പ്രസന്നങ്ങളായിരിക്കുന്ന ആളാണ് ദേവി എന്ന് പറയുന്നത്. അപ്പോൾ ദേവി ദേവി പിച്ച വെച്ച് നടന്നതും ഹിമാലയത്തിലാണ്. അപ്പോൾ ആ ഹിമാലയത്തിലാകുമ്പോൾ ദേവിക്ക് ആ ഹിമഗണങ്ങളോ മഞ്ഞെന്ന് പറയുന്ന മഞ്ഞ് തുള്ളിയോ മഞ്ഞ് കട്ടകളോ ഒന്നും ദേവിയെ ബാധിക്കുന്നതേ ഇല്ല. എന്നാൽ താമരപ്പൂവാണെങ്കിൽ താമരപ്പൂവിന് ഒരു തുള്ളി മഞ്ഞ് വീണാൽ ഉടനെ ആ പൂവ് നശിച്ചു പോകുന്നു. ഇവിടെ ദേവിയുടെ പാദങ്ങളെ താമരപ്പൂവുമായിട്ട് സാദൃശ്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ദേവിയുടെ പാദങ്ങൾ ചെന്താമരപ്പൂവിനെ ജയിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്, എല്ലാം പറയുമ്പോൾ എങ്ങനെയാണ്, പാദാരവിന്ദം, പാദസരോജം എല്ലാവരും താമര ചേർത്താണ് പാദങ്ങളെയൊക്കെ വിശദീകരിക്കുന്നത്, അല്ലേ? വിവരിക്കുമ്പോൾ പാദങ്ങളെ വർണ്ണിക്കുമ്പം താമരപ്പൂവിനെ കൂടെ ചേർത്താണ് വർണ്ണിക്കുന്നത്. അപ്പോൾ പറയുകയാണ് ആചാര്യൻ പറയുന്നത് ആ താമരപ്പൂവിനെയും ദേവിയുടെ പാദങ്ങളെയും തമ്മിൽ സാദൃശ്യം ചെയ്യുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ എന്ന് വെച്ചാൽ, ദേവിയുടെ പാദങ്ങളെന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ തന്നെ ജനിച്ചു വളർന്ന് ഹിമാലയത്തിൽ തന്നെ സദാസമയം കഴിയുന്ന ആളാണ് ദേവി. അപ്പോൾ ദേവിക്ക് ഈ മഞ്ഞ് കണങ്ങളൊന്നും വലിയ കാര്യമല്ല. പക്ഷേ താമരപ്പൂവിനാണെങ്കിലോ ഒരു തുള്ളി മഞ്ഞ് വീണാൽ മതി, അത് നശിച്ചു പോകും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഇഷ്ടമായ ഇരിപ്പിടമാണ് താമരപ്പൂ എന്ന് പറയുന്നത്. അപ്പോൾ താമരപ്പൂവിനകത്തിരിക്കുന്ന ലക്ഷ്മി എന്താണ്,
അപ്പോൾ അവിടുന്ന് താമരപ്പൂ വിടത്തില്ല. ദേവി അവിടെ തന്നെ ഉണ്ടല്ലേ. ദേവിയുടെ ഇരിപ്പിടമാണ്. ലക്ഷ്മി ദേവി സദാ ഇരിക്കുന്നത് താമരപ്പൂവിലാണ്. എന്നാൽ ഇവിടെയോ എപ്പോഴും ഹിമാദ്രിയിൽ ജീവിക്കുന്ന പാർവതീ ദേവിക്ക് എന്താണ് ഇവിടെ ഈ പറഞ്ഞ പാതാരവിന്ദങ്ങൾ, ദേവിയുടെ പാതാരവിന്ദങ്ങൾ എന്താണ്, ആ പാതാരവിന്ദം, ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങൾക്ക് യാതൊരു നാശവും വരുന്നില്ല. അത് രാത്രിയും പകലും എപ്പോഴും പ്രസന്നവതിയായിട്ട് സ്വഭക്തന്മാർക്ക് ലക്ഷ്മിയെ ഇഷ്ടം പോലെ പ്രദാനം ചെയ്യുന്നു, നിർലോഭം പ്രദാനം ചെയ്യുന്നു. സ്വഭക്തന്മാർ എന്ന് വെച്ചാൽ ദേവി ഉപാസകന്മാർക്ക്, ദേവിയിൽ മാത്രം ആശ്രയം പ്രാപിച്ചിരിക്കുന്ന ഭക്തന്മാർക്ക് ദേവി ഇഷ്ടം പോലെ നിർലോഭം ലക്ഷ്മിയെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പാദങ്ങൾ സരോജത്തെ ജയിക്കുന്നതിൽ ആശ്ചര്യമുണ്ടോ എന്നാണ് ആചാര്യൻ ചോദിക്കുന്നത്. ദേവിയുടെ പാദങ്ങൾ ചെന്താമരപ്പൂവിനെ ജയിക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ചെന്താമരപ്പൂവിനെ ജയിക്കുന്നു എന്ന് വെച്ചാൽ ചെന്താമരപ്പൂവിനെക്കാട്ടിലും മഹത്വമുള്ളത്. ചെന്താമരപ്പൂ ഒരു തുള്ളി മഞ്ഞ് വീണാൽ നശിക്കും, പക്ഷേ മഞ്ഞിനകത്ത് ജീവിക്കുന്ന ദേവിക്ക് യാതൊരു നാശവും സംഭവിക്കുന്നില്ല. തൻ്റെ ഭക്തന്മാർക്ക് നിർലോഭം ലക്ഷ്മിയെ പ്രദാനം ചെയ്യുന്നു. എന്നാൽ ലക്ഷ്മി ദേവിയാണെങ്കിലോ എന്തെന്ന് താമരപ്പൂവിൽ തന്നെ വസിക്കുകയും ചെയ്യുന്നു. ഹിമാനീം ഹന്തവ്യം ഹിമഗിരിനിവാസൈക ചതുരൗ നിശായാം നിദ്രാണാം നിശിചരമഭാഗേ ച വിശദൗ വരം ലക്ഷ്മീപാത്രം ശ്രിയമതിസൃജന്തൗ സമയിനാം സരോജം ത്വത്പാദോ ജനനി ജേതശ്ചിത്രമിഹ കിം. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.